Training is not an expense, it is an investment in human capital. Today we have a Wonder Woman in our flow. She's a seasonal professional and a trainer over 21 years of experience in training and development. We have Savitha ma'am in our flow in the brand new episode of Vidya Sarni. Welcome to the show, ma'am. മാം ഇറ്റ്സ് ബീൻ 13 years ASBM സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ എന്താണ് ASBM കുറിച്ചിട്ട് പറയാനുള്ളത്? ASBM സ്റ്റാർട്ട് ചെയ്തത് 2012 ഇറ്റ് സ്റ്റാർട്ടഡ് ബൈ മൈ ഹസ്ബൻഡ് ആർ ശ്രീകുമാർ. ഹി വാസ് ഫ്രം ദ മാനേജ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് വർക്കിംഗ് ക്ലാസ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ വർക്കിംഗ് ക്ലാസ്സിന് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദേ നീഡ് എ പ്രൊമോഷൻ ഓർ റോൾ ചേഞ്ച്, നമ്മൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ജോയിൻഡ് ഇൻ സം അതർ ഡിപ്പാർട്ട്മെൻറ്റ്, എന്നിട്ട് ഇടയ്ക്ക് റോൾ ചേഞ്ചസ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ റോളിൽ വാട്ട് ഇസ് എ കോൺസെപ്റ്റ് ഡെയർ അത് മനസ്സിലാക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് വർക്കിംഗ് ക്ലാസ്സിന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത്. സോ ഇറ്റ് വാസ് അണ്ടർ ദി സർട്ടിഫിക്കേഷൻ ബോഡി ഓഫ് ആൽബിഡോ സ്കൂൾ ഓഫ് ബിസിനസ് മാനേജ്മെന്റ്. അങ്ങനെയാണ് ASBM എന്ന് പറഞ്ഞ ഒരു അബ്രിവേഷൻ വന്നത്. So after 10 years we wanted to include more learners to our profile. അപ്പോൾ അങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ എൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I am having a very good team members who are so passionate about education. അപ്പോൾ we jointly had discussions എങ്ങനെയാണ് നമുക്കൊരു ലേണർ പ്രൊഫൈൽസ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളത്. സോ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം HR പ്രൊഫഷണൽ. ഞാനൊരു ഓൾമോസ്റ്റ് 17 years HR നിന്ന് അതിനുശേഷം ഒരു കൺസൾട്ടൻ്റ് സോഫ്റ്റ് സ്കിൽ ട്രെയിനറായിട്ട്. സോ ഐ ഓൾവേസ് ഹാഡ് ഇൻട്രാക്ഷൻ വിത്ത് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ് ഓഫ് ലേണേഴ്സ്. അപ്പോൾ ഈ ലേണേഴ്സിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ദ ജനറേഷൻ ചേഞ്ച് ചെയ്തപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവരിലെ ഗ്യാപ്പ്, ഇതെല്ലാം മനസ്സിലായതുകൊണ്ട് ഇതൊരിക്കലും ഒരു ഏജ് ഗ്രൂപ്പിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇറ്റ് ഹാസ് ടു ബി സ്റ്റാർട്ടഡ് ഫ്രം ദി ഏർലി ഏജസ്. അപ്പോൾ ഒരു സ്കൂളിൽ തൊട്ടിട്ട് പതുക്കെ മോൾഡ് ചെയ്ത് കുട്ടികളെ കൊണ്ടുവന്നാൽ നമുക്ക് എംപ്ലോയബിലിറ്റി കുറച്ചും കൂടെ എൻഷുർ ചെയ്യും. ഇപ്പം ഇന്നത്തെ കാലത്തെ ഏറ്റവും കൂടുതൽ ചാലഞ്ച് ഉള്ളത് ഒരു കോർപ്പറേറ്റ് പേഴ്സണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയർക്ക് ഏറ്റവും കൂടുതൽ ചാലഞ്ച് എന്ന് പറയുന്നത് എംപ്ലോയബിൾ വർക്ക് ഫോഴ്സിനെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ എത്ര ഇൻ്റർവ്യൂ ചെയ്താലാണ് ഒരു കാൻഡിഡേറ്റിനെ നമുക്ക് ഫിറ്റിംഗ് ടു ദ പൊസിഷൻ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ നോക്കിക്കണ്ടിട്ടാണ് നമ്മൾ സ്കൂൾ തൊട്ടിട്ട് പതുക്കെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ വി ഹാവ് ലോട്ട് ഓഫ് പ്രോഗ്രാംസ്, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറയും. ഇറ്റ് ഇസ് ലൈക്ക് ഒരു സബ്ജക്റ്റ് മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. സോ ഇറ്റ് ഇസ് ലൈക്ക് ബേസിക്സ് ഓഫ് മാനേജ്മെൻറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതിൻ്റെ എല്ലാം ഒരു 5 യൂണിറ്റേ വരത്തുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ prep for the students to understand what that topic is all about. അപ്പോൾ ഇത് സ്കൂളിലെ കുട്ടികൾക്ക്, ഒരു 8ാം ക്ലാസ് തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് അവർക്കിത് പതുക്കെ മനസ്സിലാക്കിയാൽ ദെൻ ദേ വിൽ ഹാവ് എൻ ഐഡിയ. ഞാൻ +2 പോകുമ്പോൾ എന്തെടുത്താലാണ് എനിക്ക് അതിനുശേഷം ഗ്രാജുവേഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു 10th എത്തുമ്പോഴത്തേക്കാണ് കുട്ടികൾ, മിക്ക പാരൻസ് ചോദിക്കാൻ തുടങ്ങും എന്താണ് അടുത്ത പ്ലാൻ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ചോദിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ പാരൻസിൻ്റെ വക ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾക്ക് അറിയാവുന്നത് സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, ഇത്ര സ്ട്രീം മാത്രമേ അറിയുള്ളൂ. ദേ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദി കോമേഴ്സ് ഓർ ദേ നോ നത്തിങ് അബൌട്ട് ദി മാനേജ്മെന്റ് സൈഡ്. അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ ചെറുതിലെ മനസ്സിലാക്കി. See, I am a person who never liked any of the subjects during school days. അപ്പം ഞാൻ വിചാരിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ എനിക്ക് ഇനി ലൈഫിൽ ഒന്നും ആവാൻ പറ്റില്ലെങ്കിലോ, കാരണം എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ചോദിക്കായിരുന്നു ഡു യു ലൈക്ക് ബയോളജി ഇഷ്ടമാണോ, മാത്സ് ഇഷ്ടമാണോ, ഇതിലൊന്നിലും ഞാൻ യെസ് പറഞ്ഞിട്ടില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഇതൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു കോമേഴ്സ് ഗ്രൂപ്പ്. അന്ന് ഞാൻ അങ്ങനെയാണ് കോമേഴ്സിൽ കയറിയത്. പക്ഷേ ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ദാറ്റ് കോഴ്സ് വെരി മച്ച്. അങ്ങനെയാണ് ഞാൻ ഗ്രാജുവേഷൻ കോമേഴ്സ് എടുക്കുന്നത്. പിന്നെ ഞാൻ MBA എടുത്തത് ഗ്രാജുവേഷനിൽ കുറച്ച് ഒരു മാനേജ്മെൻറ്റ് ടോപ്പിക്സ് ഒക്കെ വന്നപ്പോൾ ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ദാറ്റ്. പിന്നെ എനിക്ക് തോന്നിയത് എനിക്ക് കുറച്ചൊരു പീപ്പിൾ സ്കില്ലുള്ളതുകൊണ്ട് HR എടുക്കാമെന്ന്. സോ ഇത് അന്നത്തെ കാലത്ത് അങ്ങനെയാണെങ്കിൽ വി ഹാഡ് ഇനഫ് ടൈം.
കുറച്ച് കരിയറിൽ പതുക്കെ പോയാലും മതിയായിരുന്നു. പക്ഷെ ഇന്ന് കോമ്പറ്റേറ്റീവ് വേൾഡ് ആണ്. എവ്രിബഡി ഈസ് ഡൂയിങ് മൾട്ടിപ്പിൾ ജോബ്സ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻകം വരാതെ പറ്റത്തില്ല. അപ്പോൾ ദെയർ നോളജ് സ്പാൻ ഓൾസോ നീഡ്സ് ടു ബി വൈഡൻഡ്. അപ്പോൾ അങ്ങനത്തെ റിക്വയർമെൻറ്റും വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ സ്കൂൾസിൽ ഞങ്ങളിങ്ങനെ പ്രെപ്പ് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. +2 സ്റ്റുഡൻസിനും സെയിം കോഴ്സസ് തന്നെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിന് 2 ലെവലിൽ പോവാം. സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് ദ 1 സബ്ജക്ട്. ഇഫ് ദേ വോണ്ട് ടു ഡു ആൻ അഡ്വാൻസ് പ്രോഗ്രാം ഫോർ ദാറ്റ്, ഡിപ്ലോമ പ്രോഗ്രാംസ്. അപ്പോൾ +2 സ്റ്റുഡൻസിനും കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ് ഐ വോണ്ടഡ് ടു സേ, നമ്മളൊരു യുണീക്ക് ആവുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ദി സബ്ജക്ട് മാറ്റർ. നോളജ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കിഡ്സ് നീഡ്സ് ടു നോ അബൌട്ട് ദെയർ ഓൺ എക്സലൻസ്. ലൈക്ക് ഞങ്ങൾക്കൊരു സബ്ജക്റ്റ് ഉണ്ട്, പേഴ്സണൽ എക്സലൻസ് എന്ന് പറഞ്ഞാൽ. ഇത് എൻ്റെ കരിയറിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറേ റിക്വയർമെൻറ്റ്സ് കൊളേറ്റ് ചെയ്തിട്ടുള്ള വാട്ട് ഇസ് പേഴ്സണൽ എക്സലൻസ് മീൻസ് ഹൗ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ് മാനേജ്മെൻ്റ് ഉണ്ട്. ഒരു ക്രൈസിസ് വന്നാൽ, ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ വേണ്ടതും അതാണ്. അതെ. അപ്പോൾ ആ ഒരു ഫാക്ടർ ആക്ച്വലി മിസ്സിംഗ് ആണ്. ഇപ്പം നമ്മൾ കാണുന്ന മൂവീസിൽ ഐ നോ ദാറ്റ് വി ഹാവ് ടു ടേക്ക് എ മൂവി ആസ് ഇറ്റ് ഈസ്. ഒരു മൂവി അല്ലെന്നുണ്ടെങ്കിൽ അതിനെ മൂവി ആയിട്ട് കാണണം എന്നറിയാം. പക്ഷേ കിഡ്സ് ആർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ് ബൈ ഇറ്റ്. പിന്നെ ഇപ്പം അറിയാം, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ന്യൂസിൽ തന്നെ പല കാര്യങ്ങളും വരുന്നത് നെഗറ്റീവ് ഇമ്പാക്ട് ടു ദി യങ്സ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിലെല്ലാം ഹൗ ഐ ക്യാൻ സ്റ്റേ അവേ, ഓരോ കുട്ടിക്കും ഐ ക്യാൻ സ്റ്റേ അവേ ഫ്രം ഓൾ ദീസ് നെഗറ്റീവ് തിങ്സ് അറൗണ്ട് അസ്, അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പേഴ്സണൽ സ്കിൽസ് വേണം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പേഴ്സണൽ എക്സലൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് തന്നെ കൊണ്ടുവന്നത്. അതിൻ്റെ അകത്ത് അതോടൊപ്പം തന്നെ നമ്മൾ ഏത് സ്ട്രീം പഠിച്ചാലും ഏത് സ്ട്രീം അറിഞ്ഞാലും നമ്മൾക്ക് നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് എ ഫെയിലിയർ. ഇപ്പം പണ്ടത്തെ കാലത്ത് ഡെന്റിസ്റ്റുകൾ അധികം സംസാരിക്കില്ലായിരുന്നു. ദേ ഓൾവേസ് വെയർ മാസ്കും ഇട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൂവർ വാണ്ടഡ് ടു കം ദേ ക്യാൻ കം. പക്ഷെ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ ഒഫൻസ് മെന്റ്. ഡെന്റിസ്റ്റുകളാണെങ്കിൽ പോലും, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ, ഡെന്റിസ്റ്റ് ആണെങ്കിൽ പോലും ദേ വിൽ ടോക്ക്, വീട്ടിലാരൊക്കെയുണ്ട്, അങ്ങനെയുള്ള ഒരു പേഴ്സണൽ എന്താ പറയുക കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും. വൈ? ബിക്കോസ് ആ സോഫ്റ്റ് സ്കിൽസിലാണ് ബിസിനസ്സും, ആ സോഫ്റ്റ് സ്കിൽസിലാണ് ഒരു രോഗിക്ക് കിട്ടുന്ന കംഫർട്ട് സോണും വരുമ്പോഴത്തേക്കും നാച്ചുറലി പീപ്പിൾ വിൽ കം ടു ദെം. ദിസ് ഇസ് ദെയർ ഇൻ ഓൾ ദി സെഗ്മെൻറ്റ്. അപ്പോൾ ആ സോഫ്റ്റ് സ്കിൽസിന് വരെ ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ഉണ്ട്. ഇത് ഞങ്ങൾ ട്രെയിനിങ്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഐ എം എ സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഞാൻ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്ന കേരള സ്റ്റേറ്റ് പ്രൊഡക്ടിവിറ്റി കൗൺസിലുമായിട്ടാണ്. അപ്പം ഒരുപാട് മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിലെ എംപ്ലോയീസിന് എനിക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റി. അപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൽ നമ്മുടെ 10th പിള്ളേർ കഴിഞ്ഞു, +2 പിള്ളേർക്കുള്ള കോഴ്സസ് പറഞ്ഞു. ഇനി കമ്മിങ് ടു ദ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള, ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് UGCയുടെ കുറച്ച് മാൻഡേറ്റ്സ് ഉണ്ട്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ആഡ് ഓൺ പ്രോഗ്രാംസ് ചെയ്യണം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന പോലെ കുട്ടികൾക്കൊരു മൾട്ടിപ്പിൾ ഡിസിപ്ലിനിൽ നോളജ് വേണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഡിസിപ്ലിനിലുള്ള നോളജ് ആഡ് ചെയ്യണമെന്ന് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 4 ഇയർ ആക്കി, ഇല്ലേ? അതിൽ ഫസ്റ്റ് ഇയറിൽ ഇവർക്ക് ജോഗ്രഫിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ടച്ച് ബേസ് ചെയ്ത് ഫസ്റ്റ് ഇയർ പോയിട്ട് ഇഫ് ദേ വോണ്ട് ടു കണ്ടിന്യൂ ഇൻ എനി സ്ട്രീം അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദേ ക്യാൻ ഓപ്റ്റ് ഔട്ട് ആഫ്റ്റർ 1 ഇയർ, അങ്ങനെയുള്ള ഓപ്ഷൻസ് വരെയുണ്ട്. അപ്പോൾ ഇതിൽ ആഡ് ഓൺ പ്രോഗ്രാംസ് ദേ ഹാവ് ടു ഡു മാൻഡേറ്ററി ആയിട്ട്. ഇന്റേൺഷിപ്പ് അവർ ചെയ്യണം. അപ്പോൾ ഇതിലെല്ലാം ഒരു എന്താ പറയുക, ഒരു എക്സ്പേർട്ടിൻ്റെ സപ്പോർട്ടും കൂടെ കോളേജസിന് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണം. അവിടെയും ഞങ്ങൾ വി ആർ അസോസിയേറ്റിംഗ് വിത്ത് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവിടെ ഞങ്ങൾ ആഡ് ഓൺ പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ ഒരു യുണീക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫർ ചെയ്യുന്ന ഇൻഡസ്ട്രി എക്സ്പേർട്സ് തന്നെയായിരിക്കും. ആൻഡ് ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ നോ ദി സബ്ജക്ട് മാറ്റർ വെരി വെൽ. ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയില്ല, മാത്സ് നല്ലോണം അറിയുന്നവർക്ക് പഠിപ്പിക്കാൻ അത്ര
വശം ഉണ്ടാവില്ല. അപ്പം ടു ഫിക്സ് ദറ്റ് ഗ്യാപ്പ് വി ഹാവ് എ വെരി ഗുഡ് സ്ട്രക്ചേർഡ് മെത്തഡോളജി ഓഫ് ഡെലിവറി. ഞങ്ങൾക്കത് വളരെ കൃത്യമായിട്ടുണ്ട് ടു എൻഷുർ ദാറ്റ് കുട്ടികൾക്ക് ആ ലേണിംഗ് എത്താൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് മോർ ഓഫ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാംസും. ഇപ്പം ഫോർ എക്സാമ്പിൾ ബ്രാൻഡ് മാനേജ്മെന്റ് ആണെങ്കിലും അവരെ കൊണ്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കിച്ച് അവരുടെ ഓൺ ബ്രാൻഡ് വരുത്തിച്ച് ഈ ബ്രാൻഡ് മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ലാസ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ ഭാരത് മാതാ കോളേജ് തൃക്കാക്കരയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്തു. അപ്പം അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ വി വാണ്ടഡ് ദെം ടു ഡു ദ വീഡിയോസ് എടുത്ത് വീഡിയോസ് റീലാക്കി മാറ്റുക. അപ്പം എഡിറ്റിംഗ് നടത്തി then they had to പേജ് ഉണ്ടാക്കുക, ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ പേജസ് ഉണ്ടാക്കുക, റീച്ച് മാക്സിമം കൂട്ടുക. സോ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് പ്രാക്ടിക്കലി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തന്നെയാണ് ഞങ്ങളുടെ ഒരു യുണീക്നെസ്. ഈ ഇൻഡസ്ട്രി എക്സ്പേർട്സ് വരുന്നതുകൊണ്ട് അവരുടെ പ്രാക്ടിക്കൽ നോളജും ഈ ഫ്ലോസ് വരാൻ ചാൻസസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പല സ്ഥലത്തും പഠിക്കുന്നുണ്ട്, പക്ഷെ SEO ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ അത് റീച്ച് കിട്ടാതെ പോകും. അത് എന്തുകൊണ്ട് റീച്ച് കിട്ടുന്നില്ല, എന്ത് അൽഗോരിതമാണ് ഏറ്റവും നല്ലത്? ഇൻസ്റ്റഗ്രാമിന് എപ്പോ ഒക്കെ അൽഗോരിതം ചേഞ്ച് ആവും, അതിനനുസരിച്ച് നമ്മൾ കീപ്പ് ഓൺ അപ്ഡേറ്റ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം പറയാൻ ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്ടിനെ പറ്റും. മനസ്സിലായി? ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞ സെയിം ഗോസ് വിത്ത് എനി അതർ സബ്ജക്ട്. ഓൾറെഡി അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവുമ്പോൾ അവർക്ക് അറിയാം ഇവിടെയൊക്കെ ഫോൾട്ട്സ് വരുന്നുള്ളത്. നമ്മളിപ്പോ ഒരു ടീച്ചിങ് മെത്തഡോളജി, ഇപ്പൊ ഇതിൽ എന്ന് വെച്ചാൽ ട്രെയിനിങ് മെത്തഡോളജിയാണ് വരുന്നത്. ഒരു ടീച്ചിങ് മെത്തഡോളജി ആണെങ്കിൽ നമ്മൾ ഒരു സബ്ജക്ട് ഒരു ടീച്ചറെ വെച്ച് ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി, കുറെ നോട്ട്സ് കൊടുത്താൽ മതി, ദെൻ ലേൺ ഇറ്റ് എന്നുള്ളൊരു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പൊ ആ ലേണിംഗ് തറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ദേ വിൽ ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ്. ഓ, ഈ സബ്ജക്റ്റ് ഇങ്ങനെയാണ്. UGC നോംസ് പ്രകാരം 30 മിനിമം അവേഴ്സ് കൊടുക്കണം ഒരു പ്രോഗ്രാമിന്. അത് കഴിഞ്ഞിട്ട് അസസ്മെന്റ് എടുത്ത് വേണം ഒരു സർട്ടിഫിക്കേഷൻ പോകാൻ. അപ്പം ASBMനെ സംബന്ധിച്ച് ഞങ്ങളൊരു സർട്ടിഫിക്കേഷൻ ബോഡി ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് കൊടുക്കാൻ പറ്റും. ആൻഡ് വി ഹാവ് എ വെരി ഗുഡ് സ്ട്രക്ചർ ഫോർ ദി സ്റ്റുഡൻറ് ലൈഫ് സൈക്കിൾ. അത് സ്റ്റുഡൻറ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കരിക്കുലം ആണെങ്കിലും അവരുടെ അറ്റൻഡൻസ് ആണെങ്കിലും ദെയർ ഇൻവോൾവ്മെന്റ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാനാണ്, ക്വാളിറ്റി ഡെലിവറി ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഫീഡ്ബാക്ക് ബേസിലാണ് പോകുന്നത്. ആൻഡ് അറ്റ് ദി എൻഡ് ഒരു അസസ്മെന്റ് ചെയ്യുമ്പോഴും വി ആർ നോട്ട് ഗേജിങ് ദെയർ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, വി ആർ ഗേജിങ് ദെയർ നോളജ് കപ്പാസിറ്റി, വെദർ ദേ ഹാവ് അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം വരിക. ആൻഡ് ദെൻ ബേസ്ഡ് ഓൺ ദാറ്റ് സർട്ടിഫിക്കേഷൻ പോകും. അപ്പോൾ അറ്റ് ദി എൻഡ് ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഡെലിവറി ഓഫ് എ കോഴ്സ്, അതാണ് നമ്മുടെ ഒരു യുണീക്നെസ്. അപ്പം ഈ കോളേജിൽ എത്തുന്ന കുട്ടികളിൽ ഞങ്ങൾ കുറച്ച് ഫോക്കസ് കൂട്ടി അതായത് സ്കൂളിൽ നിന്ന് പതുക്കെ ഓറിയന്റേഷൻ മോഡിൽ വന്നിട്ട് കോളേജിൽ എത്തുമ്പോൾ കുറച്ചും കൂടി ഇൻവോൾവ് ചെയ്ത് അവരെ ഒരു എന്താ പറയുക എംപ്ലോയബിലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് ഞങ്ങളുടെ ഇൻവോൾവ്മെന്റ്. അതുപോലെ തന്നെ ചിലപ്പം ഇപ്പം പല കോളേജ്, നിർമ്മല കോളേജ്, അവർക്കെല്ലാം ഇന്റേൺഷിപ്സ് വേറെ വേറെ കമ്പനീസിൽ ചെയ്യും. അവിടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ടു ഗെറ്റ് ദം പ്ലേസ്ഡ് ഇൻ ഫോർ ഇന്റേൺഷിപ്സ് അത് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ എല്ലാ സ്ട്രീംസ് ദേ വാണ്ടഡ് ടു പെർസീവ് ഇൻ സെയിൽസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ കമ്പനിയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ അങ്ങനെയുള്ള നിഷ് ആയിട്ടുള്ള കമ്പനീസിലെ ഇന്റേൺഷിപ്സ് വരെ ഞങ്ങൾ കോർഡിനേറ്റിംഗ് റോളിൽ നിന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ യു ക്യാൻ ഇമാജിൻ യൂഷ്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോക്കസ്ഡ് പ്രോഗ്രാംസ് ആയിരിക്കും കൊടുക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ whoever wants to learn and whoever wants to experience and learn, അവിടെയുള്ള എല്ലാ കാറ്റഗറി ഓഫ് ലേണേഴ്സിനെയും ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് വർക്കിംഗ് ക്ലാസ് വരുന്നുണ്ട്. അപ്പം ഇതിൽ ASBM കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പിനെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ബീങ് എൻ HR പേഴ്സൺ എനിക്കറിയാം വാട്ട് ഇസ് ദറ്റ് ഗ്യാപ്പ്. ഇപ്പോൾ ഓരോ ജനറേഷൻ കഴിഞ്ഞു വരുന്തോറും ആ ഗ്യാപ്പ് കൂടിയേ വരുന്നത്. ഐ വിൽ ടെൽ യു റീസെന്റ് ഡിസ്കഷൻ വിച്ച് ഐ ഹാഡ് വിത്ത് മൈ ടീം മെമ്പർ ഹൂസ് ഡൂയിങ് എ PhD. അപ്പം ആ കുട്ടി എന്നോട് സംസാരിച്ചിരുന്നപ്പോൾ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദി ഇൻഡസ്ട്രി അക്കാഡമിയ ഗ്യാപ്പ് ആൻഡ് ദി എംപ്ലോയബിലിറ്റി ഗ്യാപ്പ്. അപ്പോൾ ആ എംപ്ലോയബിലിറ്റി ഗ്യാപ്പിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നപ്പോൾ ആ കുട്ടി എനിക്ക് തന്നൊരു വലിയ ഇൻപുട്ട് ഉണ്ട്. മാഡം, ഇറ്റ്സ് നോട്ട് ഓൺലി എംപ്ലോയബിലിറ്റി,
ഇറ്റ്സ് അബൌട്ട് മൈൻഡ്ഫുൾ എംപ്ലോയബിലിറ്റി. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സംഗതി ഇപ്പോഴത്തെ ജനറേഷനിൽ ഇല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പ്രൊഫൈലിലേക്ക് കയറി കഴിഞ്ഞാൽ അതിലൊരു അൺകണ്ടീഷണൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല. I am asked to do something, KRA will be there, KPI will be there, I'll do just that. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറി അവരൊരു മൈൻഡ്ഫുൾ എംപ്ലോയബിലിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ബാക്ക് വർക്ക് ചെയ്യണം. ആ ബാക്ക് വർക്കിംഗ് ആണ് കൂടുതലും ASBM ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് വാട്ട് വി ഡു റൈറ്റ് നൗ. വിതൗട്ട് ഏജ് ലിമിറ്റ്, ഏത് ആൾക്ക് വേണ്ടി. ഇപ്പൊ ഡിസ്റ്റൻസ് ലേണിംഗിലാണെങ്കിലും നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ലേണേഴ്സിനും പറ്റും. അപ്പം ഞങ്ങൾക്കൊരു ലാസ്റ്റ് ഇയർ 55-year-old ഒരു ലേണർ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഹീ വാസ് ഹാവിങ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഇൻ ടു ദ ഗവൺമെന്റ് സെഗ്മെന്റ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇനിയുള്ള കാലം കുറച്ച് എന്താ പറയുക, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കുറച്ച് ജോലികൾ ചെയ്യണം എന്നുണ്ട്. ആൻഡ് ഹി വാണ്ടഡ് ടു നോ ദി മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ്. അപ്പോൾ അങ്ങനെ ചെയ്ത അപ്പം വി ആർ ഓൾസോ ഹാപ്പി ടു നോ ദാറ്റ് പീപ്പിൾ ആർ ഓപ്പൺ ടു ലേൺ. ഇപ്പം ഞാൻ പല മീറ്റിങ്ങിലും പറയാറുള്ള ഒരു കാര്യമുണ്ട് ടു ദി സ്റ്റുഡൻസ്, ആസ് ലോങ് ആസ് യു ആർ വില്ലിംഗ് ടു ലേൺ, nobody can stop you. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഞങ്ങളും പല പോക്കറ്റ്സിൽ വി ആർ ഇൻട്രൊഡ്യൂസിങ് മോർ പ്രോഗ്രാംസ്. അപ്പോൾ അതാണ് ദിസ് ഈസ് ഓൾ അബൌട്ട് വാട്ട് ഇസ് ASBM റൈറ്റ് നൗ. മാം, ഇന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്ന മെയിൻ പ്രോബ്ലം എന്താണെന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ സിസ്റ്റം ഭയങ്കര ബുക്കിഷാന്നുള്ളത്. അതായത് ടെക്സ്റ്റ് ബുക്ക് ലേണിംഗ് ആണ് കൂടുതൽ, നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ഭയങ്കര കുറവാണെന്നുള്ളത്. അപ്പം മാമിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ, ഇത്രയും പേര് ട്രെയിനിങ് ചെയ്ത എക്സ്പീരിയൻസിൽ മാമിന് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? അതായത് ഈ ഒരു ജനറേഷൻ ഗ്യാപ്പിൽ, അതായത് ഇന്ന് പ്രാക്ടിക്കൽ നോളജ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമിൽ ഇന്നത്തെ സ്റ്റുഡൻസിന് എന്താണ് നീഡഡ് ശരിക്കും? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ ലേണിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഓണം കൂടുതൽ ഉണ്ടതാണെന്ന് നമ്മൾ പഴമക്കാർ പറയും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദാറ്റ് 1 year എക്സ്ട്രാ ഈസ് ആഡിങ് എക്സ്പീരിയൻസ് ടു ദെയർ ലൈഫ്. അപ്പോൾ അത്രയും ഓരോ ഓണം കൂടുതൽ ഉണ്ണുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. വി ഹാവ് ടു എക്സ്പീരിയൻസ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം പുതിയ എഡ്യൂക്കേഷൻ പോളിസി, ഇപ്പോൾ ശ്രീലക്ഷ്മി ചോദിച്ച ഒരു ചോദ്യത്തിൽ യെസ് വി വേർ ബുക്കിഷ്, അങ്ങനെയാണ് പറയാൻ പറ്റുക. കാരണം ബുക്കിഷ് ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇതിനെ മാറ്റി മറിച്ചുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കുറേ ഇന്റേൺഷിപ്സ്, അവർക്ക് ആഡ് ഓൺ നോളജ്, ഇതെല്ലാം ഇന്റർവെൻഷൻസ് ആണ്. അപ്പോൾ ഓരോ കാലം ഇപ്പോൾ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചാണെങ്കിലും എക്കോ ഫ്രണ്ട്ലിനെസ്സിനെ കുറിച്ചാണെങ്കിലും കുട്ടികൾ പതുക്കെ സ്കൂൾ തലത്തിൽ തന്നെ പതുക്കെ ലേൺ ചെയ്ത് വരാൻ തുടങ്ങി. So there is a change in the learning method. പക്ഷേ it was a bookish kind of, ഇപ്പം എൻ്റെയൊക്കെ ഒരു കാലം പറയുവാണെങ്കിൽ it was more of a bookish. We learn from the practical experience. ബുദ്ധിമുട്ടി സെറ്റ് ബാക്സ് വന്ന് ജീവിതത്തിൽ പഠിച്ച ആൾക്കാരാണ് എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ദർ. ഇപ്പോൾ ഞാനൊരു എന്താ പറയുക, റിയൽ ലൈഫിലെ എക്സ്പീരിയൻസ് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ IQ കൂടിയ ആൾക്കാർ the expectation from the others were to score more. നീ നന്നായിട്ട് പഠിക്കും, ഇത്തവണ ഫസ്റ്റ് റാങ്ക് മേടിക്കണം എന്നുള്ള ഒരു പ്രഷർ എപ്പോഴും വരുന്നുണ്ട്. ദേ നെവർ എക്സ്പ്ലോർഡ് ദ വേൾഡ്. അവർക്ക് കൂടുതലും പഠിക്കണം, പഠിച്ച കാര്യങ്ങൾ എനിക്ക് അടുത്ത പ്രാവശ്യം മാർക്സിലായിരിക്കും. സോ എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഒരു എന്താ പറയുക, ഒരു ഹൈ സ്കോർ ആൾക്കാരെക്കാളും ഒരു മിനിമം സ്കോർ, അതായത് ജസ്റ്റ് പാസ് ഔട്ട്, ഡ്രോപ്പ് ഔട്ട്സ്, ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര ദേ ആർ ഗുഡ് അറ്റ് സെയിൽസ്. കാരണം ഇവർ ഗ്രാജുവേഷൻ്റെ കൂടെയൊക്കെ പല കാര്യങ്ങൾ നടത്തി ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ പ്രാക്ടിക്കൽ ലേണിംഗ് കൂടുന്നത്. അപ്പോൾ അവർ കുറച്ചും കൂടി എംപ്ലോയബിൾ ആണ്. ദെൻ
പീപ്പിൾ ഹൂ വേർ ബുക്കിഷ്. മനസ്സിലായോ? അപ്പം ഞാൻ കുറച്ചും കൂടി നോക്കുന്നത് അവരെന്തെല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്തു, എന്തെല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്തു, അത് കൂടാണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഒരു പയ്യനെ ഞാൻ പരിചയപ്പെട്ടത് ഗ്രാജുവേഷൻ്റെ സമയത്ത് വീട്ടിൽ നിന്ന് പൈസ കുറച്ചേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈവൻ തിരുപ്പൂര് പോയി ടീഷർട്ട്സ് എടുത്തിട്ട് അത് ബ്രാൻഡ് ചെയ്തിട്ട് ഫ്രണ്ട്സിന് കൊടുക്കുമായിരുന്നു. ആൻഡ് ഹീസ് ടു ഗുഡ് അറ്റ് സെയിൽസ്. അപ്പോൾ അങ്ങനെയുള്ള ആ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് നമുക്ക് ശരിക്കും വേണ്ടത്. ആൻഡ് ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി. അപ്പോൾ ചേഞ്ചസ് ആർ കമ്മിങ്. പക്ഷേ ആ എംപ്ലോയബിലിറ്റി ഫാക്ടർ, എംപ്ലോയബിലിറ്റി ഗ്യാപ്പ് ഇസ് സ്റ്റിൽ ദെയർ. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ജനറേഷൻ ഡിഫറൻസ്. അപ്പോൾ ആ ജനറേഷൻ ഡിഫറൻസിൽ ഞാൻ പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓപ്പർച്യൂണിറ്റി ഈസ് നോട്ട് ദെയർ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർവെൻഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടി, ഞാൻ നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആസ് ലോങ് ആസ് യു ആർ വില്ലിംഗ് ടു ലേൺ എന്ന് പറഞ്ഞു, ആ ഒരു ലേണിംഗ് ഫാക്ടർ, വില്ലിങ്നെസ് ടു ലേൺ, ആ ഒരു ഫാക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികളിൽ കുറച്ച് കുറവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ലേൺ. അതുകൊണ്ടാണ് ഗ്യാപ്പ് ഫോർ എംപ്ലോയബിലിറ്റി വരുന്നത്. അതുകൊണ്ട് മൈൻഡ്ഫുൾ എംപ്ലോയബിലിറ്റിയും കുറവാണ്. അപ്പോൾ അവർ വന്നു, ജോയിൻ ചെയ്തു, ഒരു 3 മാസം ശമ്പളം മേടിക്കുന്നു, അത് കഴിയുമ്പോൾ പറയുന്നു ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വോണ്ട്, ദേ വിൽ മൂവ് ഓൺ. അവർക്ക് ഒരു ലോയൽറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ് ടു ദി ജോബ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞ ഒരു ഓവർ പീരീഡ് ഓഫ് എക്സ്പീരിയൻസിൽ നമ്മൾക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ എംപ്ലോയി മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കൂടുതലും നമുക്കൊരു ആസ് എൻ എംപ്ലോയർ എനിക്ക് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് എംപ്ലോയീസിൻ്റെ ഒരു സോഫ്റ്റ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനാണ്. അവർക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെയല്ല, ഒരു ചെറിയ വഴക്കുണ്ടായാൽ പോലും ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വോണ്ട്. ദേ ആർ വെരി ക്ലിയർ അബൌട്ട് ദെയർ എക്സ്പെക്ടേഷൻ. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ ഓഫീസിൽ പെരുമാറില്ല. വി വിൽ ഹാവ് എ സ്ട്രക്ചേർഡ് വേ ഓർ പ്രൊഫഷണൽ വേ ടു അപ്രോച്ച് തിങ്സ്. ആ ഒരു ഇതൊന്ന് മാറിയിട്ട് ഒരു കുഞ്ഞു വഴക്കുണ്ടായാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോസിന്റെ പ്രഷർ ഉണ്ടായാൽ, ഇതൊന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ, പണ്ട് വീട്ടിലൊരു ചെറിയ തെറ്റ് ചെയ്താൽ വി ഹാഡ് എ ഫിയർ ദാറ്റ് എൻ്റെ അമ്മ വഴക്കുറയും അല്ലെങ്കിൽ അച്ഛൻ വഴക്കുറയും, വൈകുന്നേരം 6 മണിക്ക് വീട്ടിൽ കയറിയില്ലെങ്കിൽ. ആ ഒരു സ്ട്രിക്റ്റ് എൻവയൺമെന്റ് ഉണ്ടായിരുന്നു. സ്ട്രിക്ട്നെസ് ഓവർ എന്നല്ല ഞാൻ പറയണേ, എന്നാലും വി ഹാഡ് എ ഫിയർ ഫാക്ടർ. ചില കാര്യങ്ങൾ ചെയ്തുകൂടാ, ചില കാര്യങ്ങൾ ചെയ്യാം. ആ ഒരു കൾച്ചർ ഒരുപാട് ഡൈല്യൂട്ടഡ് ആയി. അപ്പോൾ ആ ഡൈല്യൂഷൻ തന്നെ നമുക്ക് എംപ്ലോയർ എംപ്ലോയി റിലേഷനിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. സോ ദ ജനറേഷൻ മാറുന്നതനുസരിച്ച് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് മാറി വരിക. ഇറ്റ് ഈസ് നോട്ട് ഓൺലി നമ്മൾ ഒരു സബ്ജക്റ്റ് മാത്രം കൊടുത്താൽ പോരാ. വി ഹാവ് ടു ഇൻവോൾവ് ഇൻ മോൾഡിങ് ദെം ടു എ ബെറ്റർ പേഴ്സൺ, ബെറ്റർ എംപ്ലോയബിൾ പേഴ്സൺ. ഒരു മൈൻഡ്ഫുൾ എംപ്ലോയബിലിറ്റിയിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരണം. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ASBM ലുക്കിംഗ് അറ്റ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി ഹാവ് എ പാഷൻ. എൻ്റെ ഹസ്ബൻഡിനും എനിക്കുമുള്ള പാഷൻ ടു മോൾഡ് പീപ്പിൾ, ടു ചേഞ്ച് ദി നോളജ് പാറ്റേൺ, ടു മേക്ക് എ ബെറ്റർ പേഴ്സൺ. ആ ഒരു പാഷൻ ഉള്ളത് കൊണ്ടാണ് ASBM ഇഷ്ടംപോലെ വേർട്ടിക്കൽസ് ഉള്ളത്, ഇഷ്ടംപോലെ ഇൻവോൾവ്മെൻറ്റ് സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും യൂത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉള്ളത്. മാം, ഇന്ന് നേരത്തെ മാം പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് കൊടുക്കുക. അതായത് നമുക്ക് ആദ്യം നമ്മളെ തന്നെ അറിയണം, നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയണം, നമ്മുടെ ഫീൽഡ് ഏതാണെന്ന് അറിയണം. ഇന്ന് ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്നത് അതാ തോന്നുന്നു. ഇപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ട് നമ്മൾ പല കമ്പനീസിലും കാണുന്ന സൂയിസൈഡ് കേസസ്, പല കമ്പനീസിലും ഇതേപോലെ ഡ്രോപ്പ് ഔട്ട്സ് കൂടുന്നത്, നമ്മൾ എംപ്ലോയി ടേൺ ഓവർ കൂടുന്നത്. അപ്പം ഈ ഒരു സ്റ്റേജിൽ അതായത് ASBM എന്താണ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പ്രോബ്ലത്തിൽ? ഞങ്ങൾ ഒരു സോഷ്യൽ പ്രഷർ ഞാൻ കണ്ടെടുത്തോളം, ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു ജോലിയിലേക്ക് കയറുമ്പോൾ ആ ജോലി ഭയങ്കര പ്രസ്റ്റീജിയസ് ഓർഗനൈസേഷൻസിൽ തന്നെ വേണം എന്നുള്ള ഒരു ടാബു ഉണ്ട്. പക്ഷെ ഞാൻ ആക്ച്വലി അഡ്വൈസ് ചെയ്യാറ്, യു സ്റ്റാർട്ട് യുവർ കരിയർ അറ്റ് ദ സ്റ്റാർട്ടപ്സ്, വിത്ത് ദി സ്റ്റാർട്ടപ്സ്. കാരണം സ്റ്റാർട്ടപ്സിൽ ഇഷ്ടംപോലെ ഫ്ലോസ് ഉണ്ടാവും. ഇപ്പം എൻ്റെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ്, മൈ ഇനീഷ്യൽ 2 ജോബ്സ് വെയർ ഇൻ സ്റ്റാർട്ടപ്സ്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്സിൽ ചിലപ്പോൾ കസേര പോലും കാണത്തില്ല.
മനസ്സിലായോ? ഒരു കസേരയിലായിരിക്കും ചിലപ്പോൾ 3 പേര് ഷട്ടിൽ ചെയ്തിരിക്കുന്നത്. ബട്ട് വി വർ മോൾഡഡ് ഇൻ എ വേ ദാറ്റ് ഈവൻ ഒരു ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റിൽ പോലും നമ്മൾ എങ്ങനെ മോൾഡഡ് ആവണം എന്നുള്ള ഒരു സംഗതിയാണ് കിടക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ കയറുക എന്നുള്ളത് ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ അവിടെ ആ ഓർഗനൈസേഷൻസിന് അവിടുത്തെ വർക്ക് പാറ്റേൺ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാതെ അവിടെ പോയി ജോയിൻ ചെയ്യുക. ലൈക്ക് എനിക്ക് അവിടെ കിട്ടി, എനിക്ക് ഇവിടെ കിട്ടി. ദാറ്റ് ഈസ് മെയിൻ കോസസ് എനിക്ക് ഇത്ര സാലറി ഉണ്ട്. ടു സേ ദാറ്റ് 4 or 5 digit സാലറി ആണ് എനിക്ക് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഉള്ള ആ പ്രൈഡിന് വേണ്ടിയിട്ടാണ് ദേ ജമ്പ് ഇൻ ടു ഓർഗനൈസേഷൻസ്. പക്ഷേ ആ പ്രഷർ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ ഇതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻറ്ററിങ്, ഒരു കുട്ടിക്കായാലും ഒരു സ്കൂളിലെ സ്റ്റുഡൻറ്റിനായാലും ഒരു മെൻറ്റർ വേണമെന്ന് ഞാൻ എപ്പോഴും പറയും. അത് നമ്മുടെ പാരൻ്റ് ആവാം, നമ്മുടെ റിലേറ്റീവ് ആവാം, ഒരു ടീച്ചർ ആവാം. ഇതേപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിന് എപ്പോഴും മൂത്ത ആൾക്കാർ മെൻറ്ററായിട്ട് വേണം. സോ ദോസ് ഇൻപുട്സ് വിൽ മോൾഡ് ദെം ടു ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദെംസെൽഫ്. ഒരു സെൽഫ് റിഫ്ലക്ഷന് ചിലപ്പോൾ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് പറ്റില്ല. ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു മെൻറ്റർ ഉണ്ടാവുമ്പോഴാണ് അവർ പറഞ്ഞു കൊടുക്കണേ, നീ ഭയങ്കര സെൻസിറ്റീവാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പ്രഷർ എടുക്കാൻ പറ്റത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ യു ആർ ഗുഡ് അറ്റ് സർട്ടൻ ഏരിയ. ഇപ്പം എൻ്റെ മോൻ എന്താ പറയുക, ഹീ ഈസ് വെരി ഗുഡ് അറ്റ് കുക്കിംഗ്. അപ്പം ആ ഒരു സ്കില്ലിനെ നമ്മൾ കാണിച്ച് യു ആർ ഗുഡ് അറ്റ് സോ ആൻഡ് സോ എന്ന് പറയുമ്പോൾ ഹീ ഈസ് ഹാവിങ് ലിറ്റിൽ ബിറ്റ് ഐഡിയ അബൌട്ട് ഹിംസെൽഫ്. ഇത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ബിൽഡ് ചെയ്താൽ നമ്മൾ ബൈ ദ ടൈം നമ്മളൊരു ജോലിയിലേക്ക് കയറുന്ന സമയത്ത് വിൽ ഹാവ് എ ഗുഡ് ഐഡിയ അബൌട്ട് അവർ സെൽഫ്. എന്നിട്ടേ ഒരു ജോബിലേക്ക് കയറാവുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആൻഡ് ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ദാറ്റ് ഒരു ജോബിലേക്ക് കയറുമ്പം സ്റ്റാർട്ടപ്സ്, ഗ്രീൻ ഫീൽഡ് പ്രോജക്ട്സ് വിത്ത് ലെസ് അമ്യൂണിറ്റീസ് ആൻഡ് ഓൾ ഇതിൽ കയറി ഹാർഡ്ഷിപ്പിലൂടെ ഇംപ്രൂവ് ചെയ്ത് കരിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രോ ചെയ്യണം. അവിടെ നമ്മുടെ ലേണിംഗ് വിൽ ബി തറോ. ഇപ്പോൾ ഇന്ന് എൻ്റെ ഓർഗനൈസേഷനിൽ ഐ എം എ ബാക്കപ്പ് ഫോർ എവ്രിബഡി. ഒരു ദിവസം ഒരാളില്ലെങ്കിൽ ഞാൻ അവിടെ സ്റ്റെപ്പ് ഇൻ ചെയ്ത് എനിക്ക് ആ റോള് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ദ കോൺഫിഡൻസ്. എൻ്റെ ടീം മെമ്പേഴ്സും അത് തന്നെയാണ്. ഇപ്പൊ ASBM പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റോൾ ഷഫ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സംടൈംസ് വൺ എംപ്ലോയി വിൽ ബി ഗുഡ് അറ്റ് സം അതർ തിങ്. ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എനിക്കും അറിയാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ യൂട്ടിലൈസേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെന്റ് വരും. അപ്പം ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ സെഡ് ഞങ്ങൾ എല്ലാവർക്കും ബാക്കപ്പാണ്. അവർ സിസ്റ്റം വിൽ റൺ ഈവൻ ഇഫ് വൺ പേഴ്സൺ ഇസ് നോട്ട് ദെയർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷേ നോർമലി കുട്ടികൾ ചൂസ് ചെയ്യുന്നത് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, ആൻഡ് അതിലെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ദേ ആർ going to fix themselves into one stream of work. ഒരു KRA കാണും, ഇറ്റ് വിൽ ബി എ ഫ്രെയിംഡ് ജോബ്. അപ്പോൾ ഒരു ചെറിയ കാര്യം മാത്രമേ അവിടെ ലേൺ ചെയ്യുള്ളൂ. ആൻഡ് ദേ ഹാവ് എ പ്രഷർ. അപ്പം ആ വർക്കിൽ തന്നെ ഇൻവോൾവ് ആണ്. ദെയർ അതർ ലേണിങ്സ് ആർ നോട്ട് ഹാപ്പനിങ്. പക്ഷെ ഒരു ഗ്രീൻ ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് പേഴ്സണൽ ഗ്രൂമിങ് നടക്കും, ഇന്ററാക്ഷൻ വിത്ത് ദി ക്ലയൻസ് നടക്കും. സംടൈംസ് വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു പിച്ച് ഇൻ ടു ദാറ്റ് റോൾ ആസ് വെൽ. അപ്പോൾ പല കാര്യങ്ങളും നടക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻവോൾവ് ആവും. നമുക്ക് കുറച്ചൊരു ബെറ്റർ പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും പറഞ്ഞാൽ കരിയറിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ കിട്ടും. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഇസ് ഫിയർ ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ് കോ എന്നേ ഞാൻ പറയുള്ളൂ. യു ഷുഡ് ഹാവ് ദ ഗട്ട്സ് ടു സേ ദാറ്റ് ഐ എം നോട്ട് ഓക്കെ വിത്ത് ദി വർക്ക് പ്രഷർ, ഓർ ഐ എം നോട്ട് ഓക്കെ വിത്ത് ദി ഓർഗനൈസേഷൻ കൾച്ചർ, ഓർ ഐ എം നോട്ട് ഓക്കെ വിത്ത് ദ പ്രഷർ. ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കിയാൽ you have to step out of it. You have to come out of it. See, ഇപ്പോൾ പല സിറ്റുവേഷൻസിൽ ഞാൻ യൂത്തുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ദേ ഫീൽ ദാറ്റ് ഐ എം എ ടീച്ചർ. ഞാൻ പല സ്ഥലത്തും ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോൾ അവർ വിചാരിക്കുന്നത് ഞാനൊരു ടീച്ചറാണെന്നാണ് വിചാരിക്കുന്നത്. മേ ബി ദ വേ ഐ ടോക്ക്. അപ്പോൾ ഐ ഡോണ്ട് സേ ദാറ്റ് എനിക്ക് ടീച്ചർ അല്ല എന്ന് ഞാൻ പറയില്ല. സോ അവർ വരുന്ന മെയിൻ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേരൻസ് എന്നോട് ഇന്ന സ്ട്രീമിലേക്ക് പോകാൻ പറയുന്നു. എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയത്തില്ല. സോ വാട്ട് ഐ സേ ഇസ് ദാറ്റ് ഞാൻ അവരെ മെൻറ്റർ ചെയ്യാറുള്ളത്, വാട്ട് യു ആർ ഗുഡ് അറ്റ്,
നിനക്ക് എന്താണ് നിനക്ക് ഇഷ്ടം, നീ എന്തിലാണ് നല്ലത്, അത് ആദ്യമേ മനസ്സിലാക്കുക. എന്നിട്ട് കണക്ട് യുവർ കരിയർ ആൻഡ് കണക്ട് യുവർ എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് വരും. ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അയ്യോ ഐ എം അണ്ടർ പ്രഷർ എന്ന് തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊരു നല്ല ഫ്യൂച്ചർ എംപ്ലോയബിൾ വർക്ക് ഫോഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും. സോ ദാറ്റ് ഇസ് വാട്ട് ASBM is aiming about. മാം നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ വേരിയസ് ഇൻഡസ്ട്രീസിലുള്ള എക്സ്പേർട്സിനെ കൊണ്ടുവരുന്നുണ്ട്. ഹൗ ഡു മാനേജ് ദാറ്റ്? അതൊരു ചാലഞ്ചാണ് നമുക്കൊരു എക്സ്പേർട്ടിനെ കിട്ടുന്നത്. അപ്പോൾ വാട്ട് വി ഡു, ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പേർട്ടിനെ നമ്മൾ ഹയർ ചെയ്യുക ചെയ്യണേ. സംടൈംസ് ഒത്തിരി ആൾക്കാരുണ്ട്, ദേ ആർ പാഷനേറ്റ് ഫോർ ദി നോളജ് ഷെയറിങ്. പക്ഷേ അവർക്കൊരു അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടാറില്ല ബിക്കോസ് ഓഫ് ദെയർ ടൈം കൺസ്ട്രെയിൻ ഓർ ബിക്കോസ് ദേ ആർ ഇൻ ടു ദ പ്രൊഫഷൻ. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പേർട്സിനെ ഞങ്ങൾ വി ഹാവ് എ ടൈ അപ്പ് വിത്ത് ദം. And there are some organizations like institutions especially അവര് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു MS ഓഫീസ്, AI അങ്ങനത്തെ എക്സ്പെർട്ട് ആയാൽ കോർ സബ്ജക്റ്റിൽ നിൽക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ദേ വോണ്ട് ടു ഹാവ് എ റീച്ച് ടു മാസ് ഓഡിയൻസ്. അപ്പോൾ വി ആർ കണക്റ്റഡ് വിത്ത് സ്കൂൾസ്, കോളേജസ് ആൻഡ് എൻറ്റയർ സ്റ്റുഡൻറ് ബേസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദേ അപ്രോച്ചസ് ആൻഡ് വി ഹാവ് എ കൊളാബറേഷൻ വിത്ത് ദം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ പൂൾ ഓഫ് ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്കൊരു കൊളാബറേഷൻ ഉള്ളത് ഒരു സ്പോർട്സ് അക്കാഡമി ആയിട്ടാണ്. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഡൂയിങ് ദ ട്രെയിനിങ് ഫോർ ദി സ്പോർട്സ് ട്രെയിനേഴ്സ്, TTT ആണ്, ട്രെയിൻ ദ ട്രെയിനർ. അപ്പോൾ അവിടെ the owner of that institution, he wanted to give a certification, he wanted to have an assessment for them, and ആ ഒരു കൊളാബറേഷൻ വരണം എന്നുള്ളത്. അപ്പോൾ there are many institution or subject matter experts where they are giving programs to other learners. അവർക്ക് ഒരു സർട്ടിഫിക്കേഷൻ ബോഡി ആയിട്ട് അസോസിയേറ്റ് ചെയ്യണം, ഒരു പ്രോപ്പർ സ്ക്രീനിങ് നടത്തണം, സ്കിൽ സെറ്റ് സ്ക്രീൻ ചെയ്യണം എന്നുള്ള സാഹചര്യം വരുമ്പോൾ വി ഹാവ് എ കൊളാബറേഷൻ വിത്ത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കൊളാബറേഷൻസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതിൽ ഒരു കാര്യം കൂടെ ഉള്ളത്, ഞങ്ങൾക്ക് ഇൻ ഹൗസ് അക്കാഡമിക്സ് ടീമുണ്ട്. അപ്പോൾ വി ഡു റിസർച്ച്. ആ ഒരു ഇൻഡസ്ട്രിയിൽ വി ഡു കൺസൾട്ട് വിത്ത് ലോട്ട് ഓഫ് ഇൻഡസ്ട്രി എക്സ്പേർട്സ്. അവരെന്താണ് ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങളുടെ കരിക്കുലംസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അപ്ഡേഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ we have tie-up with certain organization institutions in India and abroad also. മലേഷ്യയിലും UAE-ലും സിംഗപ്പൂരിലും ഞങ്ങൾക്ക് കുറച്ച് ടൈപ്സ് ഉണ്ട് ഫോർ കരിക്കുലം ഡെവലപ്മെന്റ്. അപ്പോൾ ആ ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നും അങ്ങനെ നമ്മളെ അപ്രോച്ച് ചെയ്ത് നമ്മളെ ഐഡന്റിഫൈ ചെയ്തിട്ട് കരിക്കുലം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ. സോ മലേഷ്യയിൽ ആക്ച്വലി പറഞ്ഞത് ഒരു AI-യുടെ ഒരു പ്രോഗ്രാം നഴ്സറി തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് ടിൽ ദ 17 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഒരു കരിക്കുലമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രാം ചെയ്യണമെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള റിക്വയർമെന്റ്സും ഞങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ആർ ദെയർ എവ്രിവെയർ. മാം, എനിക്ക് തോന്നുന്നത്, എനിക്ക് മാം പറഞ്ഞതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാൽ സ്കൂൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അതായത് നമുക്ക് ഫ്രം ദ സ്കൂൾ, ഇപ്പം എനിക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് മെയിൻലി പാരൻസ് പറയും, ഇപ്പോൾ ഒരു 10th ഒക്കെ ആയ പാരൻസിൻ്റെ അടുത്ത് എന്ന് പറയും, ഓക്കെ സയൻസ് എടുക്കുക, സയൻസ് എടുത്താലേ നിങ്ങൾക്ക് എല്ലാ ഫീൽഡിലും പോകാൻ പറ്റുള്ളൂ, അപ്പോൾ കൊമേഴ്സ് എടുത്താൽ നിനക്ക് അക്കൗണ്ടിങ് ഫീൽഡ് അത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പം ഇങ്ങനെ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈവൻ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്, ഏതെടുക്കണം, ഏത് ഫീൽഡ് ചൂസ് ചെയ്യണം, എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയാത്തൊരു കൺഫ്യൂഷൻ. അപ്പം ASBM-ൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സ്കൂൾ കുട്ടികൾക്ക് ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താ മാമിന് പറയാനുള്ളത്? ശരിക്കും ട്രെയിനിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് നോട്ട് ഡെലിവേർഡ് ജസ്റ്റ് ആസ് എ കോഴ്സ്. ഒരു ബുക്ക് നോളജ് അല്ല നമ്മൾ പാസ് ഓൺ ചെയ്യണേ. വി ടോക്ക് അബൌട്ട് വാട്ട് ഇസ് ഇറ്റ്, ആ ഒരു ടോപ്പിക് എന്താണ്, അതിൽ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിനെക്കുറിച്ചെല്ലാം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു എന്താ പറയുക ഫിനാൻസ് എന്താണെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു 9ാം ക്ലാസ് എത്തുമ്പോൾ ഫിനാൻസിൽ എന്തെല്ലാം വെർട്ടിക്കൽസ് ഉണ്ടെന്ന് പറയണം. അപ്പം ഇപ്പം ബഡ്ജറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക കോസ്റ്റ് കൺട്രോൾ ഉണ്ട്. ഇതെല്ലാം
അടുത്ത ലെവലിൽ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ ഇത് ഗ്രാജുവലി ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ സമ്മർ പ്രോഗ്രാമാണ്. ഇപ്പൊ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഗ്രാം വിച്ച് ഇസ് ദെയർ വിത്ത് മീ ഫോർ ദ ലാസ്റ്റ് 10 years. ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, പണ്ട് കാലത്ത് കുട്ടികളോട് ഒരു ബൾബ് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് മാറ്റുമായിരുന്നു. കാരണം അവര് ഒരു കളിപ്പാട്ടം കിട്ടിയാൽ അത് ഊരിപ്പറിച്ച് നോക്കി അതിനകത്ത് എന്തെല്ലാം സംഗതികളാണ് ചെയ്യാൻ പറ്റുക അതെല്ലാം ജോയിൻ ചെയ്ത്, അതെ, ആ ഒരു സംഗതി ഇപ്പൊ മിസ്സിംഗ് ആണ്. മേ ബി ബിക്കോസ് ഓഫ് ദി ഓവർ ഇൻഫ്ലുവൻസ് ഓഫ് ദി മൊബൈൽ ആൻഡ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഇതിൽ ഒരു ബൾബ് മാറ്റാൻ പറഞ്ഞാൽ അറിയത്തില്ല. ഞാനൊരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പോൾ വി വോണ്ടഡ് ടു ഗിവ് സം പ്രാക്ടിക്കൽ ലേണിംഗ് ടു ദ സ്കൂൾ സ്റ്റുഡൻസ് ഫോർ ലൈഫ് സ്കിൽസ്. അതിൽ ഫിനാൻസ് ഉണ്ടായിരുന്നു, കാർപ്പൻട്രി ഉണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ ഉണ്ടായിരുന്നു, ദെൻ നമ്മുടെ ബേസിക് അക്കൗണ്ടിങ്, നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ടിങ് ചെയ്യാൻ സോഫ്റ്റ് സ്കിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാംസ് വെച്ചിട്ടായിരുന്നു ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നത്. ഇക്കൊല്ലം ഞങ്ങൾ AI ആണ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളത്. എല്ലാവരും ഈ AI കുറിച്ച് പറയുന്നുണ്ട്. സോ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഐ ഹാവ് എ ടേക്ക് അവേ ഇൻ AI? അതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഇക്കൊല്ലം പ്ലാൻ ചെയ്തത്. സോ ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. എല്ലാ വർഷവും എന്താണോ ലേറ്റസ്റ്റ് ട്രെൻഡ്, ചില ടോപ്പിക്സ് എപ്പോഴും റിക്വയർഡ് ആയിട്ടുണ്ട്, ലൈക്ക് സോഫ്റ്റ് സ്കിൽസ് ആയിസേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ തവണയും കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഓരോ വർഷത്തെ സമ്മർ പ്രോഗ്രാംസ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ എനിക്കിപ്പം ഒരു ഇത് തോന്നുന്നു, കാരണം എനിക്ക് ഇതേപോലെ ഒരു ട്രെയിനിങ് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് തോന്നുക. കാരണം ഇത് ആക്ച്വലി നീഡഡ് ആണ്, നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ സ്റ്റുഡൻസിനും ഏറ്റവും കൂടുതൽ നീഡഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ASBM ഇങ്ങനെ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് വെരി കൺഗ്രാറ്റുലേഷൻസ്. നമ്മളിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ കുറേ അധികം ചലഞ്ചസിനെ കുറിച്ചാണ് സംസാരിച്ചത്. സോ വാട്ട് ആർ ദ ചലഞ്ചസ് യു ഫേസ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ വാട്ട് മോട്ടിവേറ്റ്സ് യു ടു മൂവ് ഓൺ? ഇതിൽ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ഒരു ഡൊമെയിനിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ASBM ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പോക്കറ്റ്സിൽ wherever there is a gap in learning and skill, അവിടെ എല്ലാ ASBM ഉണ്ട്. അപ്പോൾ ASBM വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പല ഇതിലും പോക്കറ്റ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഓരോന്നിലും ഓരോ ചലഞ്ചാണ്. ഇപ്പോൾ ഒരു കോളേജിലെ പ്രോഗ്രാംസ് ഡെലിവറി ചെയ്യുമ്പോൾ അവരുടെ കരിക്കുലത്തിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വേണം നമുക്ക് ചെയ്യാൻ. അപ്പോൾ സംടൈംസ് സാറ്റർഡേയ്സ് മാത്രമേ പറ്റത്തുള്ളൂ. സംടൈംസ് ദേ വിൽ സേ ദാറ്റ് ഓക്കെ 1 week കൊണ്ട് യു ഡു ഇറ്റ് ആ ഒരു പേസിൽ തന്നെ, ആ ഒരു വിതിൻ ടൈം ഫ്രെയിമിൽ അതും ചെയ്ത് അസസ്മെന്റും ചെയ്ത് തീർക്കണം എന്ന് പറയും. അപ്പോൾ ഓരോ കോളേജിനും ഇറ്റ് ഹാസ് ടു ബി കസ്റ്റമൈസ്ഡ്. അപ്പോൾ നമ്മുടെ ട്രെയിനർ അവൈലബിലിറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പാർട്ട്, ഇതെല്ലാം നമുക്ക് ചലഞ്ചാണ്. അപ്പോൾ ബട്ട് വി ഡോണ്ട് വോണ്ട് ടു കോംപ്രമൈസ് ഓൺ ദ ക്വാളിറ്റി ആൻഡ് ദ കോർഡിനേഷൻ പാർട്ട്. അപ്പോൾ ASBMനെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സാണ്. ഞാൻ മീ ബീങ് എ ബേസിക് പ്രോസസ് ഓറിയന്റഡ് പേഴ്സൺ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ പ്രോസസ്സിൽ ഒരു കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പോകുക എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് clear written process ഉണ്ട് for each and every methodology for delivering കോഴ്സസ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ചാലഞ്ചിനെ ഞങ്ങൾ ഓവർകം ചെയ്യുന്നത് അതാണ്. പിന്നെ കോളേജസിലെ കോർഡിനേഷൻ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രിൻസിപ്പൾ അവൈലബിൾ ആവില്ല, ചിലപ്പോൾ കോർഡിനേറ്റിംഗ് പേഴ്സൺ അവൈലബിൾ ആവില്ല. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ഞങ്ങൾക്ക്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ വെച്ചിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പാണ്. ബിക്കോസ് വി കീപ് ഒരു ബ്ലെൻഡഡ് ലേണിംഗ് മെത്തഡോളജി എന്ന് പറയാം. ക്ലാസ്സസ് മാത്രമല്ല, ഇവർക്ക് അസൈൻമെന്റ്സ് ചിലപ്പോൾ കൊടുക്കും. നെക്സ്റ്റ് ഡേ വരുമ്പോഴത്തേക്കും പ്രസന്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുമ്പം സ്റ്റുഡൻസിന്റെ ഒരു ക്യാരക്ടർ അറിയാലോ. അവര് ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കത്തില്ല, അതുപോലെ പിറ്റേ ദിവസം പ്രിപ്പയർ ആയിട്ട് വരില്ല. അപ്പൊ ഞങ്ങൾ വി ആർ വെരി സ്ട്രിക്റ്റ് ഓൺ ദോസ് തിങ്സ്. അതായത് ഒരു ഗ്രൂമിങ്ങും കൂടിയാണ് ഇതിന്റെ കൂടെ നടക്കുന്നത്. അപ്പൊ ആ ഗ്രൂമിങ് പാർട്ടിൽ വി നീഡ് എ ക്ലിയർ കട്ട് റിസൾട്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ചലഞ്ച്. പിന്നെ ഇത് ഓവർകം ചെയ്യുന്നത് ഞങ്ങൾ തുടക്കത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ടൈപ്പ് ആവുമ്പോൾ അവിടെ ഞങ്ങളൊരു ബൈങ്ങിൻ ഉണ്ടാക്കും. ഞങ്ങളുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, മെത്തഡോളജി ഇങ്ങനെയാണ്. വി നീഡ് സംബഡി ടു കോർഡിനേറ്റ് ഓൺ സ്ട്രോങ് ബേസിൽ തന്നെ ഞങ്ങളുടെ അടുത്ത് കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു അസൈൻഡ് വ്യക്തി എപ്പോഴും കോളേജസ് തരാറുണ്ട്. ദേ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം ഞങ്ങളുടെ ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ നല്ല ക്ലയൻറ്റായി ഞങ്ങൾക്ക് സോഫാർ
അവർക്ക് കിട്ടാനായിട്ട് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് രാജഗിരി, അസംഷൻ കോളേജ് കോട്ടയം, ദേവഗിരി കാലിക്കറ്റ്, മോർണിംഗ് സ്റ്റാർ അങ്കമാലി, അതുപോലെ തന്നെ MES. അപ്പം ഈ ഓരോ ഓർഗനൈസേഷൻസും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ദേ ഹാവ് ദെയർ ഓൺ വേ ഓഫ് അപ്രോച്ചിങ് എക്സ്റ്റേണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ഇതെല്ലാം ചലഞ്ചാണ്. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ ഓവർകം ചെയ്യുന്നത് ഞങ്ങളുടെ ആ സ്ട്രോങ് സ്ട്രക്ചേർഡ് വേ ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി വേറൊരാൾ ഇതേ സെയിം തുടങ്ങുമ്പോൾ വാട്ട് ഐ വോണ്ട് ടു അഡ്വൈസ് ഇസ് to have a proper process. കാരണം I suggest to have more institutions to come up, because നമ്മൾ ഇപ്പോൾ ASBM എത്താവുന്ന ഒരു സ്പാൻ ഓഫ് ഓപ്പറേഷൻസ് ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കാം. അപ്പം ഇതേ ഒരു സംഗതി ഒരു പുതിയ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നാൽ ഡെഫിനറ്റ്ലി ഹാവ് ഇറ്റ് ഇൻ മൈൻഡ് ടു ഹാവ് എ സ്ട്രോങ് പ്രോസസ്. എന്നിട്ടേ നമുക്ക് ക്ലയൻറ്റ് ബേസ് ആഡ് ചെയ്യാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ഡെലിവറിയിൽ എഫക്റ്റഡ് ആവും. ASBM നീഡഡ് ആയിട്ടുള്ള ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലാർജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് മാമിന് എന്താ പറയാനുള്ളത്? എപ്പോഴും ഞാൻ കൊടുക്കാറുള്ള ഒരു ഉപദേശമാണ് ടു എവ്രിബഡി. ഒരു കുട്ടികൾ എന്ന് പറയുന്ന ഒരു ചെറിയ ഫ്രെയിമിൽ ഞാൻ ഒതുക്കി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. കീപ് യുവർ ഇയേഴ്സ് വൈഡ്. ആ ഇയേഴ്സ് വൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബി വില്ലിംഗ് ടു ലേൺ. അത് പ്രാക്ടിക്കലി വി ക്യാൻ ലേൺ ഫ്രം ഈച്ച് ആൻഡ് എവ്രി ഇൻഡിവിജ്വൽ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആരിൽ നിന്നും ലേൺ ചെയ്യാം. ഒരാൾക്ക് മറ്റൊരാളിലെ ഒരു സ്കില്ല് അല്ലെന്നുണ്ടെങ്കിൽ നോളജ് എനിക്കും കൂടി അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുക. ആ ക്യൂരിയോസിറ്റിയിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ഏർജ് ഉണ്ടാവും ടു ലേൺ മോർ. ആ ഏർജും ക്യൂരിയോസിറ്റിയും ഉണ്ടാക്കിയെടുക്കുക, അതുണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ASBMന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ASBMന്റെ ഫ്യൂച്ചർ പ്ലാൻസിൽ ഇമ്മീഡിയറ്റ് പ്ലാൻസ് ആയിട്ട് ഞങ്ങൾ റെഗുലർ പ്രോഗ്രാംസ് ഇൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഈ സോ ഫാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ ഉറച്ചു നിന്നുകൊണ്ട് ഐ ഡോണ്ട് വോണ്ട് മെനി ഒത്തിരി ഒരു ക്രൗഡിനെ ട്രെയിൻ ചെയ്യിക്കുന്നതിന് ഉള്ള ഇമ്മീഡിയറ്റ് പ്ലാൻ ഇല്ല. ഐ വോണ്ട് ടു ഹാവ് എ ക്രീം ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ടു മോൾഡ് ദെം as a person, good personality, along with the knowledge transfer. എന്നിട്ട് അവർക്ക് assured placements, യൂഷ്വലി assured placements കൊടുക്കാൻ ഉള്ള ഒരു ധൈര്യം മോസ്റ്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വരില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ വരുന്ന സ്റ്റുഡൻസിൻ്റെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് ഡെഫിനറ്റ്ലി ഒരു പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ we are focusing at giving the knowledge, molding them to as per the requirement of the industry and to place them. അത് നാഷണലും ഇന്റർനാഷണൽ പ്ലേസ്മെന്റ്സും കൊണ്ടുവരുന്ന ഒരു കോഴ്സ് ആയിരിക്കണം ഞങ്ങളുടേത് എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ആർ കമ്മിങ് അപ്പ് വിത്ത് എ റെഗുലർ പ്രോഗ്രാം. അത് ലോജിസ്റ്റിക്സിലാണ് വരുന്നത്. ഇഷ്ടംപോലെ എന്താ പറയുക, ഇൻഡസ്ട്രിയിൽ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്. ബട്ട് we are sure that we can stand out in terms of quality delivery, and we are coming up with few more courses. And at the same time, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കരിക്കുലം ഡെവലപ്മെൻറ്റ് ഞങ്ങളുടെ ഒരു വൺ ഓഫ് ദ സ്ട്രീമാണ്, വിച്ച് ഇസ് ബിഹൈൻഡ് ദ സ്ക്രീൻ എന്ന് പറയുന്ന പോലെ. അപ്പോൾ വി ഹാവ് certain assignments from Malaysia and UAE. അത് രണ്ടും ഞങ്ങൾക്കൊന്ന് കൊണ്ടുപോകണം. അവർ presence should be there in both the countries, and they have a lot of expectation on us. അപ്പോൾ അത് മീറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഉള്ളത് ഒരുപാട് ക്യാമ്പസ് ടു കോർപ്പറേറ്റ് പ്രോഗ്രാംസ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് നീഡ്സ് ലോഡ് ഓഫ് വർക്ക്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കാര്യം മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് വി ഡു എ ലോട്ട് ഓഫ് വർക്ക്. ആ ഒരു റിസർച്ച് പാർട്ടിൽ കുറച്ചും കൂടെ ചെയ്യാനുള്ളതുകൊണ്ട് ഇറ്റ് ഈസ് മോർ ലൈക്ക് അവർക്ക് ഡ്രോപ്പ് ഔട്ട്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഡ്രോപ്പ് ഔട്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ ലോ സ്കോർഡ് ഒരു ലോ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിനും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രീം ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരെ മോൾഡ് ചെയ്ത് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസിൽ കൂടെ കൊണ്ടുപോയി അവരുടെ ടെക്നിക്കൽ സ്കിൽസ് അറ്റ് ദ സെയിം ടൈം സോഫ്റ്റ് സ്കിൽസ്, ഇൻഡസ്ട്രി ഇൻ്റർഫേസ്, ഇൻറ്റേൺഷിപ്പ്, ഇതെല്ലാം കൂടി വരുന്ന ഒരു പ്രോഗ്രാമാണ്. അതിന് കുറച്ചൊരു അസോസിയേഷൻസ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ആ പ്രോഗ്രാംസും ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ASBMൻ്റെ ഇമ്മീഡിയറ്റ് പ്ലാൻസ് വരുന്നത്. ആൻഡ് ഒരു ലോങ് റൺ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എഡ്യൂക്കേഷൻ
എഡ്യൂക്കേഷൻ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. പണ്ടത്തെ കാലത്തെ പോലെ ഒരു 10 വർഷം 20 വർഷം ഒരേ സബ്ജക്റ്റോ ഒന്നുമല്ല. ഇറ്റ് ഈസ് കീപ്പിംഗ് ഓൺ ചേഞ്ചിങ്. ദ കൈൻഡ് ഓഫ് ലേണിംഗ് ഇസ് ഓൾസോ ചേഞ്ചിങ്. അപ്പോൾ അതിനനുസരിച്ച് വി ആർ ഓൾസോ ഓപ്പൺ ടു ആഡ് മെനി തിങ്സ് സോ ദാറ്റ് ഞങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഞങ്ങൾ കൊടുക്കുന്ന ഓഫറിങ്സും ഷുഡ് ബി അപ്ഡേറ്റഡ്. അതാണ് ASBMന്റെ അൾട്ടിമേറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ആസ് പെർ യുവർ പ്ലാൻസ്, ആസ് പെർ യുവർ മാനിഫെസ്റ്റേഷൻസ്, ASBM ഇനിയും ഒരുപാട് സക്സസോടെ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്.